ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ കമ്പനി അക്കൗണ്ട്സ് എന്ന സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോ മുതൽ തുടക്കം കുറിക്കുന്നത്. ഈ ഒരു മൊഡ്യൂൾ അത്യാവശ്യം ലെങ്തിയാണ്, അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട് എന്താണ് കമ്പനി, കമ്പനിയുടെ മീനിങ്, ഡെഫിനിഷൻസ്, ടൈപ്സ് ഓഫ് കമ്പനി, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ്, പിന്നെ അതിൻ്റെ ഫോർഫീച്ചർ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കമ്പനി എന്താണ് എന്ന് പഠിച്ചു തുടങ്ങാം. കമ്പനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ഒരു വ്യക്തി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ ഫണ്ടൊന്നുമില്ല, കുറച്ച് എമൗണ്ടേ ഉള്ളൂ, കുറച്ച് ക്യാപിറ്റലേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കാം, അല്ലേ? അപ്പോൾ അദ്ദേഹം ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കുറച്ചുകൂടിയും ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടിയും എന്തിൻ്റെ ആവശ്യം വരും? ഫണ്ടിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒന്നോ രണ്ടോ പേരെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്നു. ആ വരുന്ന ആൾക്കാർ കുറച്ച് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പാർട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കാം. വീണ്ടും ക്യാപിറ്റലിൻ്റെ ആവശ്യം വന്നു. ബിസിനസ് കുറച്ചും കൂടി ലാർജ് സ്കെയിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ലാർജ് ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പേരെന്ത് ചെയ്യുന്നു? കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു കമ്പനി ഫോം ആകുന്നത്. ഓക്കെ, ദ വേർഡ് കമ്പനി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ്. അപ്പോൾ കമ്പനി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡാണ്. അത് രണ്ട് വേർഡ് കൂടിയിട്ടുള്ളതാണ്. ഒന്ന് കോം, മറ്റത് പനീസ്. ഓക്കെ, കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ, ഒരുമിച്ച്. ആൻഡ് ദ വേർഡ് പനീസ് മീൻസ് ബ്രെഡ്. ബ്രെഡ് മീൻസ് നമ്മൾ കഴിക്കുന്ന ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ ഒരുമിച്ചിരുന്ന് ബ്രെഡ് കഴിക്കുക, ഈറ്റിംഗ് ടുഗദർ. ഓക്കെ, ഇനി അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ദ ടേം കമ്പനി മീൻസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ്. ഏതെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് പേര് കൂടി ഫോം ചെയ്തിട്ടുള്ളതാണ് ഇത് കമ്പനി എന്നുള്ളത്. വെൻ എ ഫ്യൂ പേഴ്സൺ ഫോം എ കമ്പനി for the purpose of some business of profit with capital divisible into transferable, it is called a joint stock company. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ഷെയർ ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതിയിൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് പേര് ചേർന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്തിട്ടുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 lakh rupees വേണം ആ കമ്പനി ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ 5 lakh എന്നുള്ളതാണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുന്നു, ഓരോ പർട്ടിക്കുലർ നമ്പറായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഒരു പോർഷനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തം 5 ലക്ഷം ആണ് ക്യാപിറ്റൽ ഉള്ളത്. ഈ 5 ലക്ഷം ക്യാപിറ്റൽ 100 രൂപയുടെ ഷെയർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5000 ഷെയർ, 100 രൂപയുടെ 5000 ഷെയർ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതിയിൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് കുറച്ച് പേർ ചേർന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്തിട്ടുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളത്. ക്ലിയർ? ദ പേഴ്സൺ ഫോമിങ് ദി കമ്പനി കോൾഡ് ഷെയർ ഹോൾഡേഴ്സ്. ആരാണോ കമ്പനി ഫോം ചെയ്യുന്ന വ്യക്തികൾ അവരെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ കമ്പനി ഈസ് എ കോർപ്പറേറ്റ് ബോഡി. കമ്പനി എന്നുള്ളത് എന്താണ്? ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അതിൽ ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എ കമ്പനി ഈസ് എ കോർപ്പറേറ്റ് ബോഡി കംപ്രൈസിങ് എ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺ വിത്ത് എ ഗ്രേറ്റർ ക്യാപിറ്റൽ and engaged in more extensive enterprises and trading under a title not disclosing the name of individual. സാധാരണഗതിയിൽ കമ്പനിയുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഒരു കോർപ്പറേറ്റ് ബോഡി ആയതുകൊണ്ട് തന്നെ അതിൽ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺ ഉണ്ടാകും, അതുപോലെ തന്നെ വലിയൊരു ക്യാപിറ്റൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബിസിനസ് മേഖല എന്നുള്ളത് വലിയൊരു മേഖലയാകും. അപ്പോൾ ഇവിടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്പനിയുടെ പ്രവർത്തന രീതി എന്നുള്ളത്. According to Section 2, subsection 20 of the Companies Act 2013,
അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം കമ്പനീസ് ആക്ട് 2013 കമ്പനിക്കൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ലോ. എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ ഈ ആക്ടിൻ്റെ മുമ്പുള്ള ആക്ട് പ്രകാരം അല്ലെങ്കിൽ മുമ്പുള്ള ലോ പ്രകാരം, ദാറ്റ് മേ ബി കമ്പനീസ് ആക്ട് 1956 പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ആക്ട് പ്രകാരം ഒക്കെ ഫോം ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതിനെ കമ്പനിയെയാണ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല. കമ്പനീസ് ആക്ട് ജസ്റ്റ് അതിനോട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അപ്പോൾ ഇതൊരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല. അപ്പോൾ പലരും പല രീതിയിൽ കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, കുറച്ചും കൂടിയും എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു W.H. Haney, a company is an incorporated association which is artificial person created by law having separate entity with a perpetual succession and a common seal. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ, ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. അപ്പോൾ എ കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരമാകും. വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അല്ലേ? അപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനി ജനിച്ചതൊന്നുമല്ല. കമ്പനി ഇൻവിസിബിൾ ആണ്. കമ്പനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നിനും പറ്റില്ല, അല്ലേ? അപ്പോൾ കമ്പനിയെ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമപ്രകാരം അതിനെന്തായിട്ടുണ്ട്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് എന്തില്ല? ഒരു നാച്ചുറൽ ബർത്ത് ഇല്ല. കമ്പനിക്ക് നോ സോൾ, നോ ബോഡിയാണ്. സോ ദിസ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, നോട്ട് എ റിയൽ പേഴ്സൺ. ഓക്കെ, ആൻഡ് ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അപ്പോൾ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണറും കമ്പനിയും ബിസിനസ്സും ബിസിനസ്മാൻമാനും രണ്ടാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പെർപെക്ച്വൽ സക്സഷൻ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തില്ല? മരണമില്ല. ഓക്കെ, കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് തന്നെ ലോങ് ടൈമിന് വേണ്ടിയിട്ടാണ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഇൻസോൾവെൻ്റ് ആയാലൊന്നും കമ്പനി എന്ത് ചെയ്യില്ല? കമ്പനി അവിടെ ഇല്ലാതാകില്ല. കമ്പനി അവിടെ ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കമ്പനി അവിടെ ഉണ്ടാകും, വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് വരെ. ആൻഡ് എ കോമൺ സീൽ. കോമൺ സീൽ എന്ന് വെച്ചാൽ കമ്പനിക്ക് സ്വന്തമായിട്ടൊന്നും സിഗ്നേച്ചറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കമ്പനിയുടെ സൈനായിട്ട് സീലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വളണ്ടറി അസോസിയേഷൻ. എ കമ്പനി ഈസ് എൻ വളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പോൾ ഒരാളെ കമ്പൽ ചെയ്തിട്ട് മെമ്പറാക്കാൻ പാടില്ല. ഓക്കെ, അത് അവരുടെ ഇഷ്ടാനുസരണം വന്നിട്ട് മെമ്പറായിട്ട് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് കമ്പനി എന്നുള്ളത്. അത് ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ സ്വമേധയാ ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എ കമ്പനി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കമ്പനി നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി, നമ്മൾ പറഞ്ഞു കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, കമ്പനിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം, കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെ പേരിലെങ്കിലും കേസ് കൊടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സിന് കാശ് കിട്ടിയിട്ടില്ല എങ്കിൽ ക്രെഡിറ്റേഴ്സ് കമ്പനിയിൽ നിന്നാണ് റിക്കവർ ചെയ്യുക, അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നല്ല റിക്കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സിനല്ല കേസ് കൊടുക്കുക, ആർക്കാണ്? കമ്പനിക്കെതിരെയാണ് കേസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, പെർപെക്ച്വൽ സക്സഷൻ. നമ്മൾ പറഞ്ഞു കമ്പനി ഹാസ് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു, ബിസിനസ്സും ബിസിനസ്മാനും എന്താണ്? സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ
മെമ്പേഴ്സ് മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും കമ്പനി എന്ത് ചെയ്യില്ല, കമ്പനിയെ പൂട്ടിപ്പോകില്ല, കമ്പനി എന്നാലും അവിടെ നിലകൊള്ളും. അപ്പോൾ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മരണം മൂലമോ അല്ലെങ്കിൽ അവരുടെ ഇൻസോൾവൻസി കാരണമൊന്നും കമ്പനിക്ക് യാതൊരു എഫക്റ്റും സംഭവിക്കില്ല. ഓക്കെ, സോ കമ്പനി നിലകൊള്ളുന്നത് ലോങ് ടൈമിലാണ്, ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. കമ്പനി എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് വരെ കമ്പനി അവിടെ നിയമത്തിൻ്റെ അണ്ടറിൽ കമ്പനി അവിടെ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റഡ് ലാബിലിറ്റി. ദ ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ജനറലി ലിമിറ്റഡ്. സാധാരണയായിട്ട് ഒരു കമ്പനിയിൽ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്നുള്ളത്, ബാധ്യത എന്നുള്ളത് ലിമിറ്റഡ് ആണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ കേസിൽ 2 ടൈപ്പ് കമ്പനി ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ കേസിൽ ഒരു മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്നുള്ളത് മാക്സിമം ആ മെമ്പേഴ്സിൻ്റെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ വരെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറിന് 1000 ഷെയർ ഉണ്ട്, 100 രൂപ വിലയുള്ള 1000 ഷെയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മൊത്തം ആ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എന്നുള്ളത് 1 lakh rupees ആകും. അപ്പോൾ ആ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ലാബിലിറ്റി എന്നുള്ളത് എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ ലാബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. എത്രയാണ്, 1 lakh. ഓക്കെ, അപ്പോൾ അതിൽ ഈ 100 രൂപയുടെ ഷെയറിൽ 80 രൂപയെ പെയ്ഡപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര രൂപ പേ ചെയ്യാണ്ട്, 20 രൂപ പേ ചെയ്യാണ്ട്. അപ്പോൾ ഇനി കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി എന്നുള്ളത് എത്ര ആകും, 20 രൂപയാകും. 20 × 1000 ദാറ്റ് ഈസ് 20,000 ആകും. ഓക്കെ, അപ്പോൾ മാക്സിമം ഒരു മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്നുള്ളത് ആ മെമ്പേഴ്സിൻ്റെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ആണ്. നെക്സ്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. സ്മോൾ നമ്പറായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടിനെ ഒരു ഷെയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 lakh ആണ് മൊത്തം ക്യാപിറ്റൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 100 രൂപയുടെ ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 50,000 ഷെയർസ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ 50,000 ഷെയർ 100 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും, 5 lakh കമ്പനിക്ക് എന്ത് ചെയ്യാം, റൈസ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റലായിട്ട് റൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്ത് ചെയ്തു, സ്മോൾ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ നമ്പർ ആക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ 10 രൂപയുടേത് അല്ലെങ്കിൽ 100 രൂപയുടേതൊക്കെ ആക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ ഇതിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് കമ്പനിയുടെ കേസിൽ ശ്രദ്ധിക്കുക, പബ്ലിക് കമ്പനിയുടെ കേസിൽ ഈ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഷെയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയർ വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് അതർ ദ നാച്ചുറൽ ബർത്ത്. ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് ലോ ആണ് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു നാച്ചുറൽ ബർത്ത് ഒന്നും എന്തിനില്ല, കമ്പനിക്കില്ല. അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഇല്ല. ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, ഇമ്മോർട്ടൽ ആണ്. പക്ഷേ എന്നാലും നിയമത്തിൻ്റെ മുന്നിൽ അത് അവിടെ ഒരു നിലകൊള്ളുന്ന ഒരു നാച്ചുറൽ പേഴ്സണെ പോലെ തന്നെ അത്യാവശ്യം റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സണാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി എന്നുള്ളത്. അപ്പോൾ കമ്പനിക്ക് എന്തില്ല, ഒരു ബോഡി ഇല്ല, നോ സോൾ, നോ ബോഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്പനി എന്താണ്, ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വിളിക്കാൻ കാരണം അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനിയാണ്, അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിയമമാണ്. ഒരു രാജ്യത്തെ ലോ ആണ് അതിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ അതെന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നെക്സ്റ്റ്, കോമൺ സീൽ. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ, നമ്മൾ പറഞ്ഞു കമ്പനി എന്താണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് കൈയും കാലുകളൊന്നുമില്ല, നോ ബോഡി നോ സോൾ. അപ്പോൾ അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്നത്, കമ്പനി ആക്ട് ചെയ്യുന്നത് ആരിലൂടെയാണ്, അതിൻ്റെ ഡയറക്ടേഴ്സിലൂടെയാണ്. അപ്പോൾ ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഓൾ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ ഡയറക്ടർ മസ്റ്റ് ബി അണ്ടർ ദി കോമൺ സീൽ ഓഫ് ദി കമ്പനി. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുമ്പോൾ കമ്പനിയുടെ പേരിൽ ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ആ സീൽ വെച്ചിട്ടാണ് കമ്പനിയുടെ കോൺട്രാക്റ്റ് എല്ലാം എൻ്റർ ചെയ്യുക.
ആ കോമൺ സീലിൽ കമ്പനിയുടെ നെയിം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കമ്പനിയുടെ സിഗ്നേച്ചറിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ സിഗ്നേച്ചറിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോമൺ സീലാണ് അല്ലേ. ഇപ്പോൾ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ എന്ത് വേണം? നമ്മൾ സാധാരണ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ സൈൻ ചെയ്യും അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യും? കോമൺ സീലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ കോമൺ സീലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിലും ഷെയർ സർട്ടിഫിക്കറ്റിലും ഷെയർ വാറൻറ്റിലും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനീസിനെ ലീഗൽ പേഴ്സൺ ആണ്, അതിനെന്തുണ്ട്? ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെയും കേസ് കൊടുക്കാം, കമ്പനിക്ക് വേറെ ആരുടെ പേര് വേണമെന്നുണ്ടെങ്കിലും കേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം, കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേറെ ആൾക്കാരുടെ പേരിൽ എന്ത് ചെയ്യാം? കേസ് കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. കമ്പനിയുടെ ഒരു കാറ്റഗറി ആണ് എന്ത്? ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. സാധാരണ ഒരു കമ്പനിയുടെ ബിസിനസ് എന്നുള്ളത് അത്യാവശ്യം ലാർജ് സ്കെയിൽ ബിസിനസ് ആകും. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും. അവരെല്ലാവരും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്നുള്ളത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആകും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ എ കമ്പനി ലൈഫ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് കമ്പനി എന്ത് ചെയ്യാണ്? ഡിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ എല്ലാ അസറ്റും എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. എന്നിട്ട് ആർക്കെങ്കിലും ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യുന്നു. ബാക്കി എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കമ്പനിയുടെ എൻഡ് എന്നുള്ളത് ത്രൂ വൈൻഡിങ് അപ്പിലൂടെയാണ്. ക്ലിയർ? ഇതാണ് കമ്പനിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൈൻഡ്സ് ഓഫ് കമ്പനി ഓർ ടൈപ്സ് ഓഫ് കമ്പനി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിനെ പല രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. പിന്നെയുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ 6 ടൈപ്സും നമ്മൾ പഠിക്കും. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കമ്പനിയെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ചാർട്ടേഡ് കമ്പനി. അപ്പോൾ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് കമ്പനിയാണ്. അത് ഫോം ചെയ്തിട്ടുള്ളത് ഫോംഡ് ബൈ ദി ക്രൗൺ. ഓക്കെ, എ ചാർട്ടേഡ് കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദി ചാർട്ടർ ഇൻകോർപ്പറേറ്റ്. അപ്പോൾ ചാർട്ടർ ആക്ട് പ്രകാരമാണ് അത് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ചാർട്ടേഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എക്സെട്ര. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചാർട്ടർ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ഏതെങ്കിലും ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് പബ്ലിക് യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിക്ക് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാവില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഏത് ആക്ട് പ്രകാരമാണ്? ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കി ആ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കമ്പനിയെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രജിസ്റ്റേർഡ് കമ്പനീസ്. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി കമ്പനീസ് ഫോംഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഓർ സം ഏർലിയർ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. സച്ച് കമ്പനീസ് come into existence only when they are registered under the act and a certificate of incorporation has been issued by the registrar. അപ്പോൾ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കമ്പനീസ് രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് വരുള്ളൂ.
ഓക്കെ, അപ്പോൾ ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് മാറി. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റി. ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി കമ്പനിയെ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. Company limited by shares means a company having the liability of its members limited by the memorandum to the amount, if any, unpaid on the shares respectively held by them. കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളമാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ. ഇപ്പോൾ ഏതെങ്കിലും ഷെയർസ് അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അവരുടെ ലാബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുള്ളതിനാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ഷെയർ ഹോൾഡർ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർസ്. ഓക്കെ, അപ്പോൾ മൊത്തം ഷെയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1000 രൂപ 100 രൂപ വിലയുള്ള 1000 ഷെയർ ഉണ്ട് ഒരു ഷെയർ ഹോൾഡറിന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം 1 lakh. ഓക്കെ, അപ്പോൾ ഈ 100 രൂപയും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, പിന്നെ ആ ഷെയർ ഹോൾഡേഴ്സിന് ലാബിലിറ്റി ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, അതാണ് പറയുന്നത്, ഇഫ് എ ഷെയർ ഹോൾഡർ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഈ ഷെയർ ഹി ഷാൾ ഹാവ് നോ ഫർദർ ലാബിലിറ്റി അറ്റ് ഓൾ. ഇനി ഇഫ് എനി എമൗണ്ട് ഈസ് റിമൈൻഡ് അൺപെയ്ഡ് ഓൺ ഷെയർസ് ഇറ്റ് ഈസ് കോൾഡ് അപ്പ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി ഓർ അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഇനി 100 രൂപയ്ക്ക് പകരം 80 രൂപയാണ് പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്ര രൂപ പേ ചെയ്യാനുണ്ട്, 20 രൂപ പേ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ കോൾഡ് അപ്പ് എത്രയാണ്, 80 ആണ്, അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് 80 ആണ്, ബാക്കി അൺപെയ്ഡ് എന്നുള്ളത് 20 രൂപയാണ്. അപ്പോൾ ഇനി അത് ലൈഫ് ടൈമിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കമ്പനി എന്ത് ചെയ്യാം, ആ ബാക്കിയുള്ള എമൗണ്ട് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, കമ്പനി അത് കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 80 പെയ്ഡ് ആയതുകൊണ്ട് ഇനി മാക്സിമം ലാബിലിറ്റി എത്ര വരുള്ളൂ ആ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 20 രൂപയാണ് ഒരു ഷെയറിൻ്റെ ലാബിലിറ്റി ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 ആണ് ലാബിലിറ്റി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. ക്ലിയർ. നെക്സ്റ്റ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. A company limited by guarantee is a company having the liability of its members limited by the memorandum to such amount as the members may be respectively undertake by the memorandum to contribute the asset of the company in the event of its being wound up. ഇപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ അസറ്റിലേക്ക് ഇത്ര എമൗണ്ട് രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്നുള്ളത് ആ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് ആകും. ഓക്കെ, അവിടെയും ആ എമൗണ്ട് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ മെമ്പേഴ്സും ഇത്ര രൂപ എടുക്കണം എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് മെമ്പേഴ്സ് എപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, സച്ച് എമൗണ്ട് ഈസ് ഓൺലി റിക്വയർഡ് വെൻ ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ്. അപ്പോൾ കമ്പനി എന്നാണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കമ്പനികൾ അത് ചിലപ്പോൾ ക്യാപിറ്റലോട് കൂടിയിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ലാതെയും ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സയൻസ്, കൊമേഴ്സ്, കൾച്ചറൽ, ചാരിറ്റി, സ്പോർട്സ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഫോം ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, അൺലിമിറ്റഡ് കമ്പനീസ്. An unlimited company can be formed as per the Companies Act 2013. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനി തന്നെയാണ് ഇത് അൺലിമിറ്റഡ് കമ്പനി എന്നുള്ളത്. Section 2, subsection 92 state that an unlimited company means a company not having any limit of the liability of its members. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവാം, മെമ്പേഴ്സിന് എന്തില്ല,
ഒരു മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്തല്ല, ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെന്നുണ്ടെങ്കിലും ലാബിലിറ്റി വരാം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കമ്പനിയെയാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി. എന്താണ് പ്രൈവറ്റ് കമ്പനി? എ കമ്പനി വിച്ച് ഈസ് ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 പേഴ്സൺ ഈസ് നോൺ ആസ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ മിനിമം 2 മെമ്പേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന കമ്പനിയെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഓഫ് ദി കമ്പനീസ് ആക്ട്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. കമ്പനീസ് ആക്ട് പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മിനിമം പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലോട് കൂടി ഫോം ചെയ്യുന്ന കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. കൂടാതെ അത് ആർട്ടിക്കിൾസ് പ്രകാരം റിസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. അതിൻ്റെ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. ഓക്കെ, അപ്പോൾ 1 പേഴ്സൺ കമ്പനി ഒഴികെ പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം നമ്പേഴ്സ് എത്രയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്? 200 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത് ഫാമിലി സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബിസിനസ്സിനൊക്കെയാണ് പ്രൈവറ്റ് കമ്പനി ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ പ്രൈവറ്റ് കമ്പനിയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി ക്യാൻ ഫോംഡ് എത്ര? മിനിമം 2 മെമ്പേഴ്സ്. അപ്പോൾ 2 മെമ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാം. ആൻഡ് ഇറ്റ്സ് മാക്സിമം ലിമിറ്റ് എത്രയാണ്? മാക്സിമം ലിമിറ്റ് ഓഫ് നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സ് എന്നുള്ളത് 2 മുതൽ മിനിമം 2 മാക്സിമം 200 ആണ്. പിന്നെ ഇവിടെ ഈ പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ആദ്യം മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കമ്പനീസ് ആക്ടിൽ അമെൻമെൻറ്റ് വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര പെയ്ഡപ്പ് ക്യാപിറ്റൽ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഷെയർസ് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പബ്ലിക്കിന് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഷെയർ ഈസിലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, പിന്നെ ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദി വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇറ്റ്സ് നെയിം. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ ലാസ്റ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുകൂടി എന്ത് ചെയ്യണം? ചേർക്കണം. ഫോർ എക്സാമ്പിൾ ABC എന്നുള്ള കമ്പനിയുടെ നെയിം ആണെന്നുണ്ടെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ്, PVT ലിമിറ്റഡ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതേപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് ആ കമ്പനിയുടെ അവസാനത്തിൽ ചേർക്കണം. ഓക്കെ, ദ ആക്ട് ഓഫ് 2013, കമ്പനീസ് ആക്ട് 2013 ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം 50 to 200. അപ്പോൾ കമ്പനീസ് ആക്ട് 1956 മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി 50 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് എത്രയായിട്ട് ഉയർത്തിപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇപ്പോൾ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200 ആണ്. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കമ്പനിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേത് ക്ലാസിഫൈ ചെയ്തു എത്രയാണ്? പ്രൈവറ്റ് കമ്പനി എന്നുള്ളത്. രണ്ടാമത്തേതാണ് പബ്ലിക് കമ്പനി എന്നുള്ളത്. അപ്പോൾ എന്താണ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്തതൊക്കെ പബ്ലിക് കമ്പനിയാണ്. ഹാസ് എ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ. മിനിമം എത്രയാണ് പെയ്ഡപ്പ് ക്യാപിറ്റൽ? ഓഫ് 5 lakh rupees, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എമൗണ്ടോ 5 lakh rupees ഓർ ഹയർ സച്ച് ഹയർ പെയ്ഡപ്പ് ക്യാപിറ്റൽ omitted by the Companies Amendment Act 2015 with effect from 29/5/2015. അപ്പോൾ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം വേണമായിരുന്നു. പിന്നെ കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 2015 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം അതെന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു, അതിനെടുത്ത് ഒഴിവാക്കി. അപ്പോൾ മിനിമം പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ കേസൊന്നും പബ്ലിക് കമ്പനിയിൽ പറയുന്നില്ല. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിലും പ്രൈവറ്റ് കമ്പനിയുടെ കേസിലും ഇപ്പോൾ മിനിമം പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. നെക്സ്റ്റ് പോയിന്റ്, എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി.
ഷാൾ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി ഈവൻ വേർ സച്ച് കമ്പനി കണ്ടിന്യൂ ടു ബി എ പ്രൈവറ്റ് കമ്പനി. ഇപ്പോൾ ഒരു കമ്പനി അത് വേറൊരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും ആ സബ്സിഡറി കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും അതിനെ പബ്ലിക് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പി ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയാണ് എന്ന് വെച്ചാൽ പി ലിമിറ്റഡ് ഒരു പബ്ലിക് കമ്പനിയാണ്. ഇതിൻ്റെ കൺട്രോള് ഒരു എസ് ലിമിറ്റഡ് ഉണ്ട്. എസ് ലിമിറ്റഡിൻ്റെ കൺട്രോൾ ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? പി ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പാരൻറ്റ് കമ്പനി, എന്താണ് സബ്സിഡറി കമ്പനി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കുന്നതാണ്. എങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നതാണ് പാരൻറ്റ് കമ്പനിയാണ് പി ലിമിറ്റഡ്, അത് പബ്ലിക് കമ്പനിയാണ്. ദെൻ എസ് ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്, എസ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ പി ലിമിറ്റഡിൻ്റെ സബ്സിഡറിയാണ് എസ് ലിമിറ്റഡ്. അങ്ങനെയാണെങ്കിൽ എസ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും പി ലിമിറ്റഡിൻ്റെ സബ്സിഡി ആയതുകൊണ്ട് എന്ന് വെച്ചാൽ വേറൊരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയതുകൊണ്ട് ഈ എസ് ലിമിറ്റഡിനെ പ്രൈവറ്റ് കമ്പനി ആയിട്ട് എസ് ലിമിറ്റഡിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പബ്ലിക് കമ്പനി ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. ക്ലിയർ? പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിനാണ്, അതിനൊന്ന് ടേബിൾ ഫോർമാറ്റിൽ എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? പ്രൈവറ്റ് കമ്പനിയിൽ 2 ആണ്, പബ്ലിക് കമ്പനിയിൽ 7 ആണ്. മാക്സിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് 200 ആൻഡ് പബ്ലിക് കമ്പനിയിൽ നോ ലിമിറ്റ്, എത്ര വേണമെന്നുണ്ടെങ്കിലും മെമ്പേഴ്സ് ആവാം. ഇനി പബ്ലിക് ഇൻവൈറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ പബ്ലിക്കിൽ നിന്നും ക്യാപിറ്റൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, നോ പബ്ലിക് ഇൻവിറ്റേഷൻ. എന്നാൽ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? ഈ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം, പബ്ലിക് ഇൻവിറ്റേഷൻ ഈസ് അലൗഡ് ആണ്. നെക്സ്റ്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്, എന്നാൽ പബ്ലിക് കമ്പനിയുടെ കേസിൽ അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ക്ലിയർ? ഇനി നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ എത്രയാണ്? മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? ഇപ്പോൾ 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് 2 മെമ്പേഴ്സ് ഡയറക്ടറായിട്ടുണ്ടാവും. അപ്പോൾ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇനി പ്രോസ്പെക്റ്റേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് നോർമലി പബ്ലിക് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയറും ഡിബഞ്ചറൊക്കെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റേഴ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിൽ പ്രോസ്പെക്റ്റേഴ്സ് റിക്വയർഡ് ആണ്, എങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പ്രോസ്പെക്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഇനി മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിനിമം ഇത്ര ആളെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ്, അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ അത് അലോട്ട്മെൻറ്റിന് കൊടുക്കുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷന് മിനിമം ഇത്ര പേരുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മിനിമം എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷെയർ എന്ത് ചെയ്യുള്ളൂ? അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ കേസിൽ ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ക്യാരി ഔട്ട് അലോട്ട്മെൻറ്റ് ഓൺലി ആഫ്റ്റർ റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പബ്ലിക് കമ്പനിക്ക് അത് ഷെയർസ് എന്ത് ചെയ്യുള്ളൂ? അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം സബ്സ്ക്രിപ്ഷന് അപ്ലിക്കബിൾ ആണ്. ഇനി പ്രൈവറ്റ് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഷെയർ നേരെ എന്ത് ചെയ്യാം? അലോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് മാനേജറിയൽ റെമുനറേഷന് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും മാനേജർ റെമുനറേഷൻ കൊടുക്കാം പ്രൈവറ്റ് കമ്പനിക്ക്. എങ്കിൽ പബ്ലിക് കമ്പനിക്ക് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ടോട്ടൽ മാനേജറിയൽ റെമുനറേഷന്, മാനേജേഴ്സിന് കൊടുക്കുന്ന ആ ടോട്ടൽ റെമുനറേഷന് നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് കോറം ഓഫ് മീറ്റിംഗ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ 2 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയാൽ മതി, 2 ആൾക്കാർ പേഴ്സണലി പ്രസൻ്റ് ആയാൽ മതി. ഏതിൽ? കോറത്തിൽ. ആ മീറ്റിങ്ങിലുള്ള കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പബ്ലിക് കമ്പനിയുടെ കേസിൽ ആ പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സ് 1000 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 5 മെമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കണം. ഇനി ആ പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സ് എന്നുള്ളത് മോർ ദാൻ 1000 ഉണ്ട്, ബട്ട് ലെസ് ദാൻ 5000 ആണ്. അപ്പോൾ 1000-ൻ്റെയും 5000-ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ 15 മെമ്പേഴ്സ് എങ്കിലും പ്രസൻ്റ് ആയിരിക്കണം കോറത്തിൽ. ഓക്കെ, ദെൻ എബവ് 5000 ആണെന്നുണ്ടെങ്കിൽ 30 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ?
ഇനി യൂസ് ഓഫ് ലിമിറ്റഡ് വേർഡ്. അപ്പോൾ ലിമിറ്റഡ് വേർഡ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എന്ത് ചെയ്യണം, ആ കമ്പനിയുടെ നെയിമിൻ്റെ ലാസ്റ്റിൽ ചേർക്കണം. പബ്ലിക് കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വെറും ലിമിറ്റഡ് മാത്രം ചേർത്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. ഓക്കെ, ഈ കൈൻഡ്സ് ഓഫ് കമ്പനി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. എസ്സേക്ക് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനുള്ള കണ്ടൻ്റ് ഒക്കെ എന്തിലുണ്ട്, ഈ ഒരു കൈൻഡ്സ് ഓഫ് കമ്പനി വന്നു കഴിഞ്ഞാൽ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് 1% കമ്പനി. അപ്പോൾ നമ്മൾ ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1% കമ്പനി. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തതാണ് 1% കമ്പനി എന്നുള്ളത്. അപ്പോൾ എന്താണ് 1% കമ്പനി പറയുന്നത്? ദ കമ്പനീസ് ആക്ട് 2013 ക്ലാസിഫൈ ദി കമ്പനീസ് ഇൻ ടു 1% കമ്പനി. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഒരു പുതിയൊരു കൺസെപ്റ്റാണ് ഏത്, ഈ 1% കമ്പനി എന്നുള്ളത്. അപ്പോൾ 1% കമ്പനി എന്നുള്ളത് എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, ഹാവിങ് ഓൺലി 1 മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 1% കമ്പനി ഇസ് എ കൈൻഡ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഹാവിങ് ഓൺലി 1 മെമ്പർ. അപ്പോൾ ഒരു മെമ്പറുള്ള, ഒരു ഷെയർ ഹോൾഡറുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് 1% കമ്പനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1% കമ്പനിയും എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു? 2 മെമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു മെമ്പർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നമുക്കതിനെ 1% കമ്പനി എന്ന് വിളിക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 1% കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ. ഒരൊറ്റ വ്യക്തിയാണ് മെമ്പറായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കമ്പനിയെയാണ് 1% കമ്പനി എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി ആൻഡ് അതർ ഫോംസ് ഓഫ് കമ്പനി. ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫോംസ് ഓഫ് കമ്പനീസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.